മാസമാണ് എൽ ക്ലാസിക്കോ വരുന്നത്, 26 ഒക്ടോബർ. ഇപ്പോൾ കറൻ്റ് ലാലിഗയിലെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീറ്റീവാണ്, എസ്പെഷ്യലി റയൽ മാഡ്രിഡും ബാഴ്സലോണയും. ബാഴ്സലോണ ഇപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് റയൽ സോസിഡാഡും മറ്റ് 2-1 എന്നുള്ള സ്കോറിന് റമോന്താദ അടിച്ച് തിരിച്ചു വന്ന് അവർ ബാക്ക് ടു ദ ടോപ്പ് ഓഫ് ദ ടേബിളിൽ വീണ്ടും ടോപ്പ് എത്തിയിട്ടുണ്ട്. റയൽ മാഡ്രിഡിനെ പിടിച്ച് താഴെ ഇറക്കി. റയൽ മാഡ്രിഡ് ആണ് എന്നുണ്ടെങ്കിൽ അവസാനം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് പരാജയപ്പെട്ടു 5-2 എന്നുള്ളൊരു സ്കോറിന് റിയാദ് മെട്രോപൊളിറ്റോയിൽ. സോ ഇനി വരാൻ പോകുന്ന എൽ ക്ലാസിക്കോ ടൈറ്റ് ആവും എന്നുള്ള കാര്യം കൺഫേം ആണ്. സാബി അലൻസോയുടെ റയൽ മാഡ്രിഡ് ഈ ഒരു പ്രാഗ്മാറ്റിസം പ്രാക്ടിക്കാലിറ്റിയും കുറച്ചൊന്ന് ഒഴിവാക്കി ഗെയിം കുറച്ചും കൂടിയും സ്പീഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് ഹാഫിൽ ഗെയിം കുറച്ചും കൂടി സ്പീഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മേ ബി രക്ഷയുണ്ടാവും. ബാഴ്സലോണയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവർക്ക് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്. ആ ഒരു കാര്യം ഹാൻസി ഫ്ലിക്ക് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഓക്കെ ആവും. എന്തായാലും വളരെയധികം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു എൽ ക്ലാസിക്കോ ഈ ഒരു സീസണിലും കാണാൻ കഴിയുമെന്നുള്ള കാര്യം കൺഫേം ആണ്.